ഇന്ന് എല്ലാവർക്കും കൂടുതൽ വ്യൂസ് കിട്ടാനുള്ള ഒരു ട്രിക്കായിട്ടാണ് കേട്ടോ വന്നിരുന്നത്. സേവ് കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും പിന്നീട് നമ്മളിടുന്ന വീഡിയോസൊക്കെ റെക്കമെൻഡിൽ പോകുന്നതായിരിക്കും. ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വ്ളോഗും കാര്യങ്ങളുമായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് എല്ലാവർക്കും കൂടുതൽ വ്യൂസ് കിട്ടാനുള്ള ഒരു ട്രിക്കായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. പിന്നീട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കല്ലേ. എവിടെയാ പറയുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ, അത് മുഴുവൻ കാണണം കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇടുന്ന വീഡിയോസ് റെക്കമെൻഡേഷൻ പോകുന്നില്ല എന്ന് ചിലർ പറയുന്നില്ലേ, അതിന് റെക്കമെൻഡേഷൻ പോകാനായിട്ടൊരു ട്രിക്കുണ്ട്. അതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ ആപ്പ് ഓപ്പൺ ആക്കുക. അതിനുശേഷം നമ്മുടെ ഇവിടെ നമ്മുടെ ഇത് വരുമല്ലോ, യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആയി വരുമ്പോൾ ഈ നമ്മുടെ ഇവിടെ ഒരു തല പോലെ കാണുന്നില്ലേ, ഒരു നമ്മുടെ ഫേസ് കൂട്ടിയ നമ്മുടെ ഈ ചാനലിൻ്റെ പേരിൻ്റെ അടുത്തുള്ള പോലത്തെ നമ്മുടെ ഒരു ID ഇപ്പുറത്ത് കാണും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു പെൻസിൽ ചിഹ്നം കാണും. ആ പെൻസിൽ ചിഹ്നത്തേൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇതിനെ മുകളിലോട്ട് നമ്മളൊക്കെ അവിടെ എല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാവുന്ന ഓപ്ഷനാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ മുകളിലോട്ട് വെക്കുക. അന്നേരം ഇവിടെ ഒരു ഹോം ടാബ് എന്ന് കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഹോം ടാബ്. ഇതാണ് ഹോം ടാബ്. ഈ ഹോം ടാബിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഹോം ടാബിൽ ഫോർ യു എന്നുള്ളൊരു സെക്ഷൻ ഉണ്ടാവും. അത് ഓഫായിട്ടായിരിക്കും കിടക്കുന്നത്. നമ്മളത് മോർ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേനും ഇവിടെ ഫോർ യു സെറ്റിങ്സ് എന്ന് വരും. അതിൽ കണ്ടൻറ്റ് ടൈപ്പ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അത് വീഡിയോ എന്നുള്ളത് ഇത് ഓഫായിട്ടായിരിക്കും, ഇങ്ങനെയായിരിക്കും കിടക്കുന്നത്. അത് ഓണാക്കി ഇടുക. പിന്നെ ഷോർട്സ് എന്നുള്ളത് ഇങ്ങനെ ഓഫായിട്ടാണെങ്കിൽ അത് ഓണാക്കി വെക്കുക. ലൈവ് സ്ട്രീം എന്നുള്ളത് ഇങ്ങനെ ഓഫായാണ് കിടക്കുന്നതെങ്കിൽ ഓണാക്കി വെക്കുക. പിന്നെ റീസെൻ്റ് കണ്ടൻറ്റ് ഒള്ളി എന്നാണ് കിടക്കുന്നതെന്ന് നോക്കുക. അല്ലെ ഓൾ കണ്ടൻറ്റ് എന്നാണ്, റീസെൻ്റ് അങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ അത് ഓൾ കണ്ടൻറ്റ് എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും പിന്നീട് നമ്മളിടുന്ന വീഡിയോസൊക്കെ റെക്കമെൻഡിൽ പോകുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടാതെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ബൈ, ടാറ്റാ.